ഹായ് ഫ്രണ്ട്സ്, അവിടെ മഴയൊക്കെ ഉണ്ടോ? എന്താണ് വിശേഷം? ഇവിടെ മഴ കനത്ത് പെയ്യാണ് കേട്ടോ. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. തോടും എല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുക കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു പലഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഞങ്ങൾ സാധനം പുറത്തൊന്നും വാങ്ങിയിട്ടില്ല. വീട്ടിലെ സാധനങ്ങളെല്ലാം കൂടി എടുത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. നമുക്ക് അതിന്റെ വിശദമായ വീഡിയോ കാണാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ. പഴുത്ത ചക്ക ഉണ്ടല്ലോ, ഇതാണ് നല്ലോണം പഴുത്തിക്കുമ്പോ ഇതുകൊണ്ട് അട ഉണ്ടാക്കിയാലോ? വാഴയിലയില് അരിപ്പൊടിയൊക്കെ ഇട്ട് 3 നാള് പോവല്ലേ, ഇഷ്ടാവും. വാഴയില എന്തായാലും വേണ്ട, നമുക്കിത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇല ഉണ്ട്, നമുക്ക് അത് പറിച്ചുകൊണ്ട് വരാം. അപ്പൊ അതിന്റെ ടേസ്റ്റ് മുഴുവനായിട്ട് കിട്ടും. നമുക്ക് പറിക്കാൻ പോവാ അല്ലേ? ഈ എലമംഗലത്തിന്റെ ഇല അതാ വേണ്ട കേട്ടോ. പണ്ട് അത് എല്ലാ വീട്ടും മുളപ്പിലും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അത് കാണാൻ അപൂർവമാണ്. അപ്പൊ നമ്മളവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അപ്പുറത്തൊരു പറമ്പുണ്ട്, അതിന്റെ സൈഡിലുണ്ട്. അവിടേക്കാട്ടോ ഞങ്ങൾ പോണേ. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള വയലാട്ടോ. ശേഷിക്കുന്ന കുറച്ച് വയലുണ്ട് കേട്ടോ. വയൽ നിറച്ചും കവുങ്ങും വാഴയും ഒക്കെ ആയിപ്പോയി. പക്ഷെ ഇവിടെ കുറച്ചൊരു കൃഷിഭൂമി ഉണ്ട് കേട്ടോ. അവിടെ അതിനോട് ചേർന്നാണ് ഈ സ്ഥലം ഇലമരം സാധനം ഉള്ളത്. അങ്ങോട്ടാണ് ഈ പോക്ക് കേട്ടോ. ഞങ്ങൾ കണ്ടില്ലേ, 2 ദിവസം മഴ, തുടർച്ചയായ മഴ കേട്ടോ. അതാ വെള്ളം ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലോണം കൂടുന്നുണ്ട്, നല്ല മഴയുണ്ട്. ഇതാണ് ഞാൻ വയലുണ്ട് പറഞ്ഞില്ലേ, ഇതാണ് വയല്. ഇതായിരുന്നു വയൽ കേട്ടോ. ഈ വയലിൽ ഇത്രയധികം വെള്ളം കൂടി. ഇനിയിപ്പോ ഇത് വെള്ളമൊക്കെ പോയതിനു ശേഷം കൃഷി ഇറക്കാൻ പറ്റില്ല. കണ്ടില്ല, വാഴക്കലകൾ കണ്ടില്ലേ ഇങ്ങനെ കവറിട്ടിച്ചാണ്ടോ? എന്തിനാ വെച്ചാൽ കിളികളും മറ്റൊന്നും തൊടാതിരിക്കാൻ വേണ്ടി. മാത്രമല്ല വായക്കായ്ക്ക് നല്ല കളറും കിട്ടും ഇങ്ങനെ ചെയ്ത് വെച്ചാൽ. അതുകൊണ്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, വെള്ളത്തിൽ കൂടിയൊക്കെയാണ് ഞങ്ങൾ വന്നത്. പന്നിശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പിട്ട് കൊടുത്താ കേട്ടോ. അല്ലെങ്കിൽ പന്നി ഒന്നും തരില്ലായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി കമ്പിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. വലിയൊരു മരണ്ട് കണ്ടില്ലേ, ഇലമംഗലം. അതിനോട് പറിക്കാം. മഴയൊന്നും ബൈഫിന്റെ ഒരു പ്രശ്നമല്ല കേട്ടോ. മഴ തിന്നുകൊണ്ടോ പറിക്കണം. കണ്ടില്ലേ, അപ്പൊ മനസ്സിൽ മുഴുവൻ ആ ചക്കയുടെ അടയാണ്. പറിക്കുന്നുണ്ട്, നല്ലപോലെ പറിക്കുന്നുണ്ട്. കണ്ടില്ലേ, തോട്ടിലാണ് ഇഷ്ടം പോലെ വെള്ളം കുത്തി ഒഴുകാട്ടോ. ഭയങ്കര ഒഴുക്ക വെള്ളത്തിൽ. ഈ തോട് പോയിട്ടാണ് തിരുവഞ്ഞി ചേരും. ഇത് മുക്കം മണാശ്ശേരി ഹൃദയഭാഗത്തോട് പോകുന്ന തോടാണിത്. വലിയ ചാലിയാറൊക്കെ കവിഞ്ഞൊഴുകുമ്പോൾ ഇതിപ്പോ താഴോട്ടല്ല ഒഴുകുന്നത്. അപ്പൊ എന്താ, ഇത് പോയിട്ട് ഇരവഞ്ഞി പോയി ചേരും. പക്ഷെ ഭയങ്കരമായിട്ട് പുഴയുള്ള വരുമ്പോ എന്താണ്, ഈ തോട് ഇങ്ങോട്ട് ഒഴുകും. ഒഴുകുമ്പോൾ ഞങ്ങളൊക്കെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. കാരണം വീട്ടിലൊക്കെ വെള്ളം കയറാൻ, പുഴവെള്ളം വന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ ജാഗരൂകരായിരിക്കും. അപ്പൊ ഞങ്ങൾ ഇല പറിച്ചു കഴിഞ്ഞു, നമുക്കിനി മടങ്ങാം. ഇലകൾ നല്ല ഭംഗിയായിട്ട് കഴുകിയെടുക്കട്ടോ. കരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്തെടുത്ത തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടി കുഴച്ച് പാകപ്പെടുത്തിയെടുക്കും. നമുക്ക് ആവശ്യത്തിന് വേണ്ട ഇല കഴുകി തുടച്ച് വൃത്തിയാക്കി കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കും. അപ്പൊ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ നെറ്റിയെന്നെ ഇങ്ങനെ മടക്കി കുത്തനെ കണ്ടിട്ടുണ്ട്. അവരൊന്ന് ഇങ്ങനെ കുത്താനൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇങ്ങനെ അടുക്കി വെച്ച് വെക്കാം. അതിനുശേഷം വേവിച്ചെടുക്കാം. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സുഹൃത്തുക്കളെ, അടിയുടെ മണം പുറത്തേക്ക് വരുന്നുണ്ട്, നല്ല നറുമണം വരുന്നുണ്ട്. നമുക്കിതെടുത്ത് പാത്രത്തിലേക്ക് വെക്കാം. ഭയങ്കര ചൂട്.